Johnny Chirmalu, Fireman Association National Joint Secretary. Augustine Pongam. Davies Annanar. അഷ്ടമിച്ചിറ മഹാത്മാഗാന്ധി സ്കൂളിൽ നിന്ന് വിരമിച്ച ഹൈസ്കൂൾ ടീച്ചറായ ബിനി ടീച്ചർ, വിനീഷ് പരിയാരം, ശ്രീനിവാസൻ KK, സയന്റിസ്റ്റായ നീതു പോൾ, സയന്റിസ്റ്റായ ശ്രേയസ്, സുനിലൻ പാറക്കൂട്ടം, CIT മെമ്പറായ ബെന്നി ഇല്ലിക്കാണി, CIT മെമ്പർ ബേസിൽ, ആലോക് ഫ്രാൻസിസ്, ദേവസി NR, ജയഗോപാൽ, അതിരപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള ശിവൻ, ഇന്ദ്രൻ, ശെൽവൻ, ധർമ്മരാജ്, സുമേഷ്. ഭാരതീയ ജനതാ പാർട്ടിയെ ഇവിടെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഭാവം ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ഇതിന് സമാനമായിട്ടും അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലും പാർട്ടിയുടെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ ഈ തൃശ്ശൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലുമൊക്കെ ഒരുമിച്ച് കൂടുകയും നൂറുകണക്കിന് വരുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഞാനിവിടെ വരുന്ന സമയത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്ന് രാവിലെ ഞങ്ങളൊരു മീറ്റിങ്ങിലുണ്ടായി. ശോഭാ സുരേന്ദ്രനോട് ഇന്ന് ഇവിടുത്തെ പരിപാടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് 100ഓളം ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തതിനെ കുറിച്ച് പറയും. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ശ്രീകുമാറും ഇവിടെ വരുന്ന സമയത്ത് വളരെ അഭിമാനത്തോട് അത് പറയുന്നത് കേട്ടു. വളരെ സന്തോഷമുണ്ട്. ഈ മണ്ഡലം ഉൾപ്പെടെയുള്ള ചാലക്കുടി അസംബ്ലി മണ്ഡലം ഉൾപ്പെടെയുള്ള ഈ തൃശ്ശൂർ സൗത്ത് ജില്ലയുടെ എല്ലാ മണ്ഡലങ്ങളും സംഘടനാ തലത്തിൽ വളരെ മെച്ചപ്പെട്ട മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി പറഞ്ഞു, ടീം കൊരട്ടി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഇവിടെ പറയുകയുണ്ടായി. എല്ലാ പാർട്ടി പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഉള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അത് കൊരട്ടിയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യവും മുന്നിൽ വെച്ചുകൊണ്ട്
വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ അതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പദ്ധതിയുണ്ട്. ആ പ്രവർത്തന പദ്ധതിയുമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അതിശക്തമായിട്ടുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഈ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി വൈകിക്കൂടാ. ഈ കേരളത്തിൽ മാറ്റം വരേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം എന്നതിനപ്പുറം കേരളത്തിൽ മാറ്റം വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം മാറേണ്ടത് BJPയുടെ ആവശ്യത്തെക്കാൾ ഉപരി കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ ഭാവി തലമുറയുടെ ആവശ്യമാണ്. കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ആവശ്യമാണ് കേരളം മാറുക എന്നത്. ഇനിയും മാറാതിരിക്കാൻ കേരളത്തിന് സാധിക്കില്ല. ഈ രാജ്യം സമ്പൂർണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. 2014 ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ സമ്പൂർണമായിട്ട് മാറ്റിമറിച്ചിരിക്കുന്നു. ഈ രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടുമ്പോൾ ഈ രാജ്യത്തിന് വലിയ വലിയ മോഹങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന മോഹങ്ങൾ എന്തായിരുന്നു? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് 200 വർഷക്കാലം ഭരിച്ച ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങി ഇന്ത്യക്കാരൻ തന്നെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ രാജ്യം അതിനനുസരിച്ച് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറുമെന്ന് പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന് കയറിക്കിടക്കാൻ വീട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തെ സകലമാന ജനതയ്ക്കും വിദ്യാഭ്യാസം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തെ ദാരിദ്ര്യം മാറുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ കൊണ്ടാടിയത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടി 65 വർഷം കഴിഞ്ഞു. 65 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യത്തെ ദാരിദ്ര്യം മാറിയിരുന്നില്ല. 65 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് കയറി കിടക്കാൻ ഒരു കൂര നൽകുവാൻ 65 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് സാധിച്ചിരുന്നില്ല. എന്തിനേറെ സ്വന്തം വീട്ടിൽ ഒരു ശൗചാലയം, ഒരു കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും 65 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് സാധിച്ചിരുന്നില്ല. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ ഗതികെട്ട അവസ്ഥയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സാധാരണക്കാരുടെ കുടിലുകളിൽ എത്തിയിരുന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ എത്തിയിരുന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടുത്തെ സാധാരണക്കാരിൽ എത്തുമ്പോൾ മാത്രമേ രാജ്യം സ്വതന്ത്രയായി എന്ന് പറയാൻ സാധിക്കൂ എന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ അന്വർത്ഥമാക്കാൻ ഒരു ഗാന്ധി ശിഷ്യന്മാർ ഈ രാജ്യത്തുണ്ടാകാതെ പോയി. ഇവിടത്തെ ഈ രാജ്യത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിക്കോ, ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധിക്കോ, രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിക്കോ, പ്രിയങ്ക ഗാന്ധിക്കോ ഒന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസിന്റെ ചരിത്രം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ രാജ്യത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് ആരും ഒരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ രാജ്യം അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റത്തിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനെ സമ്പൂർണമായിട്ടും നശിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തുനിന്ന് ഉയർന്നു വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ദിവ്യമാർന്ന പതാകയാണ് ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന താമരയാങ്കിത ഹരിത കാവി പതാക. ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിനെ നശിപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്ന രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ശക്തി.